നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്കൊരു പ്രവചന സിംഹമുണ്ട്. ആൾ മലയാളിയാക്കട്ടോ. പറയുന്ന പ്രവചനങ്ങളൊക്കെ അച്ചട്ട്. മുൻപ് ഇദ്ദേഹം ഡൽഹിയിൽ മലമറിച്ചിട്ടു. അമേരിക്കൻ, പാകിസ്ഥാൻ മിലിറ്ററി, സീക്രട്ട് ഏജൻസി എന്നിവരുമൊക്കെ അടുത്ത പരിചയം ഉണ്ടെന്ന് ഒക്കെയാണ് തള്ള്. എന്നാൽ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അമേരിക്ക ഇന്ത്യക്കുമേൽ 50% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ കക്ഷി ഒരു തള്ളു തള്ളി. ഇനി യൂറോപ്യൻ യൂണിയൻ ഉപരോധം. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. 50% ടാരിഫ് അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയതുപോലെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കെതിരെ ടാരിഫ് അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തണം. മനസ്സിലായ സംഭവം? അവിടെ മോദി ജയിച്ചോ, ഇന്ത്യ ജയിച്ചോ, ഈ പറയുന്ന ചൈന ജയിച്ചോ, പാകിസ്ഥാൻ ജയിച്ചോ, അമേരിക്ക ജയിച്ചോ, ആരാണ് ജയിച്ചത്? സിമ്പിൾ ചോദ്യം, നിങ്ങൾ ഉത്തരം എന്താ? ആര് ജയിച്ചു? India and the European Union have agreed a landmark trade agreement after nearly 2 decades of on-off negotiations. The wide-ranging deal will see a number of huge tariff cuts and a joint security partnership. Calling it historic, the EU Commission President Ursula von der Leyen said the agreement would create a free trade zone of 2 billion people. India's Prime Minister Narendra Modi said people across the world would be discussing it as the mother of all deals. എന്ത് സംഭവിച്ചു? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും മദർ ഓഫ് ആൾ ഡീൽസ് എന്ന് പറയപ്പെടുന്ന ഡീലിൻ്റെ ഡ്രാഫ്റ്റ് ഇന്നലെ എഗ്രി ചെയ്തപ്പോൾ തെല്ലൊരു ജാള്യതയോടെ മറ്റൊരു ന്യായീകരണമായി വന്നിരിക്കുന്നു. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നില്ലല്ലോ. ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീൽ, ഇയുടെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, ട്രേഡ് കമ്മീഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ട്രേഡ് ഡീൽ സൈൻ ചെയ്തു. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അതാണ് സൂചിക എന്ന് പറയുന്നത്, അവിടെ കാര്യമായിട്ടൊന്നും ചലനമുണ്ടായില്ല. അപ്പം അതിൻ്റെ റീസൺ എന്താ? എന്തു ആടെ ഇത്? ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും വീട്ടിലിരുന്നൂടെ?